നീ എങ്ങനെ ഇനി എന്റെ പ്രണയം സ്വീകരിച്ചില്ലെങ്കിൽ എനിക്കെന്തായാലും ഭ്രാന്ത് പിടിക്കുന്ന തോന്നുന്നത്. പ്ലീസ് എടോ, ഒന്ന് ഓക്കെ പറ. ഏയ്, നീ എന്താ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? അതെന്താ, നിനക്ക് മനസ്സിലായില്ലേ? ശരി ശരി, ഞാൻ ഇംഗ്ലീഷിൽ പറയാം. ഐ ലവ് യു. ഐ ഹേറ്റ് യു. എന്താ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ? എന്റെ മനസ്സ് വേദനിക്കും. ഏയ് മെന്റൽ, ഇവിടുന്ന് പോവാൻ നോക്ക്. നിക്ക് പ്ലീസ് എടോ, ഒരു തവണ ഒന്ന് ആലോചിച്ചിട്ട് പറ. ഞാൻ അത്ര മോശപ്പെട്ട ആളൊന്നും അല്ല. കൊന്നു കളയും ഞാൻ. ഇനി എന്റെ പുറകെ നടന്നോണ്ടല്ലോ, പോവാൻ നോക്ക്. ധൃതിയൊന്നും ഇല്ലാട്ടോ, എത്ര സമയം വേണമെങ്കിലും നീ എടുത്തോ. പക്ഷെ അവസാനം മനസ്സിലുള്ളത് തുറന്നു പറയണം, മനസ്സിലായോ? ഒരു 2 മിനിറ്റ് കൂടി എന്നോട് സംസാരിക്കാം. അമ്പടി കള്ളി. എന്റെ പേര് ശ്യാമളാന്ന. ഇന്ന് ഭയങ്കര ടയേർഡ് ആയി പോയല്ലേ? അതേടി, രാവിലെ മുഴുവൻ കോലോടല്, വൈകിട്ടായപ്പോ മെഹന്തി, അതും പോരാഞ്ഞിട്ട് ഫംഗ്ഷന്റെ ഇടയിൽ ഡാൻസ് കളിക്കേണ്ടി വന്നു. മേലാകെ വേദനിച്ചിട്ടും വയ്യ. പക്ഷേ ഫംഗ്ഷൻ അടിപൊളിയായിരുന്നല്ലേ? കല്യാണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, അടിപൊളിയായിട്ട് പാട്ടും ഡാൻസും തമാശയൊക്കെ ഉണ്ടാവും. എനിക്കും നിങ്ങളുടെ കല്യാണത്തിന് ഇതേപോലെ എല്ലാ ആഘോഷങ്ങളും നടത്തി ആർഭാടത്തോടെ നടത്തണമെന്നാ. അത് ശരി, മനസ്സിലിരിപ്പ് കൊള്ളാലോ. അമ്മ എന്താ കാര്യങ്ങൾ അറിയാത്ത പോലെ സംസാരിക്കുന്നേ? മുത്തശ്ശിയുടെ ഹോസ്പിറ്റൽ ചെലവുകളൊക്കെ കഴിഞ്ഞപ്പോ ഇപ്പൊ നമ്മുടെ ബാങ്ക് ബാലൻസ് വട്ട പൂജയാന്ന് ഓർക്കണം. എന്റെ പേടി അതാ. കല്യാണം എന്ന് പറയുമ്പോ ഓരോ കാര്യത്തിനും ഒരുപാട് പണം ചെലവാവും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഈ കല്യാണത്തിന് തന്നെ എത്ര പണം ചെലവായിന്ന്. ഇവര് തന്നെ 20 ലക്ഷം കടം വാങ്ങിയിട്ടാ നടത്തിയേ. കല്യാണം എന്ന് പറഞ്ഞ വെറുതെ ആണോ? അത് മാത്രല്ല, അവർ 20 ലക്ഷം കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലേ? ശരി ശരി, നമുക്കെന്താ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലേ? പൂർണിയുടെ കല്യാണത്തിന് എത്ര കടം വാങ്ങിയിട്ടാണേലും അമ്മ പറഞ്ഞ പോലെ നല്ല ആർഭാടായിട്ട് എല്ലാരെയും വിളിച്ച് കല്യാണം നടത്താം. ഒരുപാട് പൈസ കടം വാങ്ങി നമ്മൾ തിരിച്ചു കൊടുക്കോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്കൊക്കെ അത്രയും പൈസ കടം തരാൻ ആളും ഉണ്ടാവണ്ടേ. എന്താ ഇപ്പൊ നിങ്ങളുടെയൊക്കെ പ്രശ്നം? പണിയെടുത്ത് വട്ടായി പോയോ? എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെന്തു പറയാനാ, നമ്മള് തന്നെ ഈ കല്യാണത്തിന് വന്ന് ജോലി ചെയ്ത് 4 കാശുണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ വന്നിരിക്കുന്നേ. എന്നിട്ടതാ ഇപ്പൊ എന്റെ കല്യാണം ഗ്രാൻഡായി ചെയ്യുന്ന കാര്യമാ പറയുന്നേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ആരും എന്റെ കല്യാണത്തെ പറ്റി സംസാരിക്കണ്ട. ഹലോ പൂർണിമ, നിന്റെ കല്യാണത്തെ കുറിച്ചല്ലാതെ ഞങ്ങൾ എന്തു പറയാനാ? 2-3 മാസത്തിനുള്ളില് നിന്റെ കല്യാണം ഞങ്ങള് നടത്തും. ഏയ്, നിനക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? കാശിന്റെ കാര്യമല്ല ഞാൻ ഇത്ര നേരം പറഞ്ഞേ. പിന്നെ എന്തിനാ നീ അതേനെ പറഞ്ഞോണ്ടിരിക്കുന്നേ? മതി, ഇനി ഇതിനെ പറ്റി സംസാരിക്കണ്ട. കാശില്ലാന്നൊരു കാരണം കൊണ്ട് നിന്റെ കല്യാണം നടത്താനുള്ള തീരുമാനം ഞങ്ങൾ ഉപേക്ഷിക്കുന്നതാണോ? എന്റെ അമ്മേ, എന്നൊന്ന് വെറുതെ വിടുവോ? നിങ്ങൾക്ക് വേറെ എന്തിനെങ്കിലും കുറിച്ച് പറഞ്ഞൂടെ? കേട്ടിട്ട് എന്നെ തലവേദനിക്കുന്നു. തലവേദനയോ? ഞാനുണ്ടല്ലോ ഇവിടെ, മസാജ് ചെയ്തു തരാം. പക്ഷെ കല്യാണത്തെ കുറിച്ച് എന്തായാലും പറയും. ഷോ, എന്റെ ദൈവമേ. നിന്റെ കല്യാണക്കാര്യവും അതേ ദൈവത്തെ തന്നെയാ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിന്റെ കല്യാണം ഉടനെ നടക്കും. അങ്ങനെ തന്നെ ആവട്ടെ. ഒന്ന് നിർത്ത് ഗീത. എന്തിനാണ് ദേഷ്യപ്പെടുന്നേ? ശരി, നിക്ക്. ഞാനെന്തായാലും പുറത്തേക്ക് പോയി വീട്ടുകാരി ഒന്ന് കാണട്ടെ. നാളെ എപ്പ ജോലി തുടങ്ങണം ചോദിക്കട്ടെ. പൂർണി, നിനക്ക് എങ്ങനെയുള്ള പയ്യനെയാ വേണ്ടതെന്ന് എന്റെ അടുത്ത് പറ. ഡി, മര്യാദക്ക് വായടച്ചോ. എന്നെ ഏതെങ്കിലും ഒരുത്തം പെണ്ണ് കാണാൻ വന്നു കഴിഞ്ഞാ ഞാൻ അവനെ കഴുത്ത് വെച്ച് കൊന്നു കളയും. ശരി, കൂൾ ഡൗൺ. ஒரு பொண்ணு வந்து நான் பார்த்தேன், அத மீட்டு சிரிக்கு நல்லா கேட்டேன். அவ சிரிச்சா சிரிப்புல 100 பேரு சத்து போயிட்டா. ஐயையோ 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 பாபு, ஜிங் ஜாக் ஜிங் ஜாக் பாபு, ஜிங் ஜாக் ஜிங் ஜாக் பாபു, ஜிங் ஜிங் ஜிങ് ஜிങ് பாபു. ഒന്ന് നിർത്ത് എന്റെ പിള്ളേരെ. ഇതെന്താടാ സാമ്പാർ പാട്ടൊക്കെ പാടുന്നേ? എന്താ പറഞ്ഞ? സാമ്പാർ സിമർന്നൊന്നും നിങ്ങൾ ചുമ്മാ പറയല്ലേ, തമിഴെന്ന് പറ. എന്താടാ, തമിഴന്മാർക്ക് വക്കാലത്ത് പറയാണോ? നിങ്ങൾ രണ്ടും കൊള്ളാലോ. തമിഴ് നല്ല ഒന്നാന്തരം പേരുള്ളപ്പോ സാമ്പാർ കിമാർന്ന് പറഞ്ഞാ പിന്നെ ദേഷ്യം വരില്ലേ? അത് തന്നെ, സാമ്പാർ എന്ന് പറയുമ്പോ അത് കേൾക്കാൻ അത്ര നല്ലതല്ല. തമിഴ്ന്നൊന്ന് പറഞ്ഞു നോക്കി, അത് കേൾക്കാൻ തന്നെ എന്തൊരു രസമാ. എടാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താടാ പറ്റിയേ? എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. ഇവൻ നേരത്തെ വന്നിട്ടേ എന്റെ കയ്യിൽ കേറിയെങ്ങും പിടിച്ചു. ഏതോ പെങ്കൊച്ചിന്റെ കൈയാണെന്ന് വിചാരിച്ചിട്ട് അവൻ കേറി പിടിച്ചേ. അതുമാത്രമല്ല, എന്റെ കൈ കേറി പിടിച്ചിട്ടേ പിച്ചും ബേയും പറഞ്ഞു ഇവൻ. അപ്പോഴേ എനിക്ക് സംശയം തുടങ്ങിയതാ. ചേട്ടനും അനിയനും കൂടിയേ
ഏതോ തമിഴത്തികളെ കണ്ടുവച്ചിട്ടുണ്ടല്ലേ? എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ഇടയിലില്ല. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. പ്രേമം പ്രണയം അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കയറിയിട്ടുണ്ടോ? തമിഴന്മാരോട് ഇത്രയ്ക്ക് അങ്ങോട്ട് സ്നേഹം വരാൻ. മുത്തശ്ശി വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത ചിന്തിക്കുന്നത്? ഇത്ര നേരം കല്യാണത്തിൽ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നില്ലേ മുത്തശ്ശി? അപ്പൊ അതിനിടയിൽ തമിഴ് പാട്ടും ഉണ്ടായിരുന്നല്ലോ. അതാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും പാടുന്നത്. എന്തൊക്കെയായാലും തമിഴന്മാരുടെ കല്യാണത്തിന് പോയിട്ട് തമിഴ് പാട്ടില്ലെങ്കിൽ പിന്നെ എന്താ അതിന്റെ അർത്ഥം? ഞങ്ങൾ അയൽക്കാരോട് കുറച്ച് സ്നേഹം കാണിച്ചെന്നേ ഉള്ളൂ. അതിലെന്താ ഇപ്പൊ ഇത്ര വലിയ തെറ്റുള്ള മുത്തശ്ശി? എടാ, നിങ്ങൾ അയൽക്കാരോട് സ്നേഹം കാണിക്കുന്നതാണോ അതല്ലെങ്കിൽ ഏതെങ്കിലും തമിഴത്തികളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? എനിക്ക് നിങ്ങളെ ഒട്ടും വിശ്വാസമില്ല. എടാ, ഈ കളവിനൊന്ന് സൂക്ഷിച്ചോണം കേട്ടോ, അല്ലെ പണിയാവും. എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം നീ കാരണോടാ. നിന്റെ ഓവർ ആക്ഷൻ ഒന്ന് കുറയ്ക്കാൻ നോക്ക്. എന്താടാ രഹസ്യം പറയുന്നേ? എന്തിനാണ് മുത്തശ്ശി തമിഴന്മാരുടെ കല്യാണത്തിന് വന്നിട്ട് അവരോട് തന്നെ പക കാണിക്കുന്ന എന്തിനാന്ന് ഡിസ്കസ് ചെയ്തോണ്ടിരുന്ന ഞങ്ങള്. പകയും ഇല്ല, പരിഭവവും ഇല്ല. വല്ല തമിഴത്തിമാരുടെയും പുറകെ നിങ്ങൾ പോകുന്നുള്ള പേടിയാ. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് വന്നാ അമ്മ നിങ്ങളുടെ തോലുരിച്ചിട്ടെ ചെണ്ട ഉണ്ടാക്കി കളയും. പിന്നെ നിങ്ങൾ ചെണ്ട കൊട്ടിക്കൊണ്ടിരുന്നാ മതി. താളം പിടിച്ചേ കല്യാണം കഴിക്കേണ്ടി വരില്ല. നോക്കിക്കോ. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല മുത്തശ്ശി. മുത്തശ്ശി വെറുതെ ആവശ്യമില്ലാതെ സംശയിക്കാം. ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ചോട്ടില്ല. എങ്ങനെയാ വയസ്സാവുമ്പോ സംശയരോഗം കൂടുന്നാണത്രേ. അതാ ഇങ്ങനെ. ശരി മുത്തശ്ശി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? വന്ന് കിടക്കാൻ നോക്ക്. എല്ലാവർക്കും കൂടി ഒരുമിച്ച് കിടക്കാം. ഞാനേ നടുക്ക് കിടന്നോളാം. നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കിടന്നോ. എന്താണത്? മുത്തശ്ശി കിടന്നോ? ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. എടാ, അടിച്ച് കാലോടിക്കും. വന്ന് കിടക്കാൻ നോക്കടാ. പണ്ട് ഞാൻ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരുമായിരുന്നു. ഇപ്പൊ എനിക്ക് കഥ പറഞ്ഞു തരിക. പിന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്തൊരു കരച്ചിലടാ ഇത്. ഓട്ടോറിക്ഷ ഒക്കെ പോകുന്ന പറഞ്ഞു. എന്തൊരു കൂർക്കമ്പലിയായി മുത്തശ്ശിയുടെ. മുത്തശ്ശി ഇതെന്താ ഇങ്ങനെ തുപ്പുന്നേ? കൂർക്കമ്പലി എനിക്ക് താങ്ങാൻ പറ്റില്ലടാ. എടാ ഗോവിന്ദ, ഇന്ന് നമുക്ക് ശിവരാത്രിയാണെന്നാ തോന്നുന്നത്. എങ്ങനെയാടാ ഈ ഓട്ടോറിക്ഷയുടെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നേ? ഇങ്ങനെ കൂർക്കം വലിച്ചാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. എടാ കണ്ടില്ല ബാലാജി, ഇതിന്റെ പേരാടാ ടെക്നിക്ക്. മൂക്കടച്ച കൂർക്കമ്പലി നിക്കും. അയ്യോ, എന്തിനാടാ കൈ എടുത്ത? എന്താണത് വീണ്ടും കൂർക്കം വലിക്കാണല്ലോ. എടാ ഗോവിന്ദ, നമുക്കൊരു പണി ചെയ്താലോ? ആ ബാത്റൂമിൽ തുണിയിലിടുന്ന ക്ലിപ്പ് ഉണ്ടാവും, ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചു കൊടുക്കാം. ക്ലിപ്പ് പെർമനന്റ് ആയിട്ട് വെച്ചാലുണ്ടല്ലോ കൂർക്കമ്പലി മുഴുവനായിട്ട് നിൽക്കും. പക്ഷെ മുത്തശ്ശി പെർമനന്റ് ആയിട്ട് ഉറങ്ങോടാ. മണ്ടം ബാലാജി, കൊല്ലാന്ന് വിചാരിച്ചാ നീ? പിന്നെ എങ്ങനെയാടാ ഇവിടെ കിടന്ന് ഉറങ്ങുന്നേ? പിന്നെ തുപ്പുന്നു. മുത്തശ്ശി മുത്തശ്ശിയോ മുത്തശ്ശി മുത്തശ്ശി, എന്താടാ ഈ സമയത്ത് കറണ്ടൊക്കെ പോയത്? അയ്യോ, എന്താ ഈ സമയത്ത് കറണ്ട് പോയേ? നിക്ക്, ഞാൻ പോയി ക്യാൻഡിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. വേഗം വരണേ ഗീത, ഇരുട്ടത്ത് ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പേടിയാ. ഏതേലും പാട്ട് പാടിക്കൊണ്ടിരുന്നോ? പ്രേതങ്ങൾക്ക് പാട്ട് വലിയ ഇഷ്ടാ. പോടി. എടാ, എന്താടാ ഈ സമയത്ത് കറണ്ട് പോയത്? കറണ്ട് പോയാലെന്താ, നമുക്കിവിടെ ജനറേറ്റർ ഉണ്ടല്ലോ. പോയി കേബിൾ എടുത്തൊന്ന് കണക്ഷൻ കൊടുക്കാൻ നോക്ക്. ഫാനും എസിയും ടി വി എല്ലാം ഇതിൽ വർക്ക് ചെയ്തു. അല്ലെങ്കിൽ തന്നെ കൂർക്കം വലിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അതിന്റെ ഇടയിൽ നിന്റെ ഈ ഊള തമാശ ഒന്നും പറയല്ലേ. നിനക്ക് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. നീ എന്നെ ഇവിടെ തനിച്ചാക്കിട്ട് പോണോ? ഇപ്പൊ തന്നെ നീ ഒറ്റയ്ക്കാക്കിട്ട് പോവല്ലേ? അയ്യോ അയ്യോ അയ്യോ, എന്താ മുത്തശ്ശി കാണിക്കുന്ന? മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലുവാണല്ലോ. മുത്തശ്ശി എന്താ പറ്റിയ? എന്തായി കാണിക്കുന്നേ? മുത്തശ്ശി തുപ്പിക്കൊണ്ടേ ഇരിക്കുവാണല്ലോ മുഖത്തേക്ക്. എടാ ഗോവിന്ദ, എവിടെയാടാ നീ? മെയിൻ സ്വിച്ച് എവിടെയാണ്?
മാല ഇത് എവിടെ നിന്ന് വന്നു? ഇതെന്തായാലും ആ പയ്യന്റെ ആവും. ജീന്ന് എഴുതിയിട്ടുണ്ടല്ലോ ഇതില്. ഗോവിന്ദന്റെ ഇത്. ഇതിപ്പോ എങ്ങനെയാ ഞാൻ അവന് തിരിച്ചു കൊടുക്കുക? ഈ മാല ഇപ്പൊ പൂർണ്ണി കണ്ട ഞാൻ ഏതെങ്കിലും പയ്യനെ പ്രേമിക്കാന്ന് കരുതും. അതുകൊണ്ട് ഈ മാല അവള് കാണാതിരിക്കുന്ന നല്ലതെന്ന് തോന്നുന്നു. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ? തൽക്കാലം ഇപ്പൊ നടന്ന കാര്യമൊന്നും പൂർണ്ണിയോട് പറയണ്ട. ഏ ഗീത, നീ എന്തീ ആലോചിക്കുന്നേ? ആ ഒന്നുമില്ല. നീ എന്താ അപ്പോഴേക്കും ഉറങ്ങിപ്പോയത്? ഞാൻ വെറുതെ ഒന്ന് കിടന്നേ ഉള്ളൂ, അപ്പത്തേക്കും കണ്ണടഞ്ഞു പോയി. പൂർണി, നീ എന്താ ഇങ്ങനെ കിടക്കുന്നേ? ഇനി അതിന് എന്ത് ജോലിയാള്ളേ? രാവിലെ മൊത്തം ജോലി ചെയ്ത് ഞാനാകെ ടയേർഡായി അമ്മേ. വാ നമുക്ക് ഉറങ്ങാം. ആ ശരി ശരി, വേഗം ഉറങ്ങാം നമുക്ക്. നാളെ ഫ്രഷ് ആയിട്ട് എണീക്കേണ്ടതാ. നാളെ ഇതേ കല്യാണത്തിന് ഇവളെ കാണാൻ വേണ്ടി ഒരു പയ്യന്റെ വീട്ടുകാർ വരുന്നുണ്ട്. എന്താ അമ്മേ, ഇവിടെ നമ്മളെ പെണ്ണ് കാണുന്നോ? അതേടി, ഇപ്പഴാ മാളവിക എനിക്ക് ഫോൺ ചെയ്തേ. നാളെ ഈ കല്യാണം കൂടാൻ വരുന്ന ഒരു തമിഴ് ഫാമിലിക്ക് നമ്മുടെ പൂർണിയൊന്ന് ആലോചിക്കാന്ന് ഇപ്പഴാ പറഞ്ഞേ. എന്താ അമ്മ ഇതൊക്കെ? പണിയെടുക്കാൻ വന്നിടത്ത് പോലും എന്നെ എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? കല്യാണ വീട്ടിൽ വെച്ച് എന്തിനാ ഈ പെണ്ണ് കാണലൊക്കെ? പുതിയ ആലോചന ഒന്നും നോക്കണ്ടെന്ന് ഞാൻ അമ്മയടുത്ത് പറഞ്ഞതല്ലേ. എന്തിനാണ് ഇതിനു മാത്രം ചൂടാവുന്നേ? അമ്മയൊന്ന് നിക്ക്. അമ്മ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നേ? അവളുടെ കാര്യം അവൾക്കല്ലേ അറിയൂ. പെട്ടെന്ന് പെണ്ണ് കാണാൻ വരുന്നൊക്കെ പറഞ്ഞാ അവൾക്കത് ബുദ്ധിമുട്ടല്ലേ അമ്മേ? ഇവൾക്ക് എന്തിനാ ഇതിനു മാത്രം ബുദ്ധിമുട്ട്? കല്യാണം നടക്കുന്ന സ്ഥലത്ത് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ട് വരുന്ന തന്നെ 4 പേര് കണ്ടോട്ടെ എന്ന് വിചാരിച്ചാ. അതറിയോ നിനക്ക്? ശരി അമ്മേ, അമ്മ ഒന്ന് ക്ഷമിക്ക്. പൂർണി, പെണ്ണ് കാണാൻ വരുന്നു പറഞ്ഞാ സ്പെഷ്യലായിട്ട് റെഡിയായി നമ്മുടെ വീട്ടിൽ വന്ന് കാണുന്ന പോലെ ഉണ്ടാവില്ല. ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് കണ്ടിട്ട് സംസാരിച്ചോളും, അത്രേ ഉള്ളൂ. അങ്ങനെയല്ലേ അമ്മേ? ആ അതെ, അത്രേ ഉള്ളൂ. ദാ ഇവിടെ നോക്കിക്കേ, നാളെ ആരെങ്കിലും ഇവിടെ എന്നെ പെണ്ണ് കാണാൻ വരുവാണെങ്കിൽ കാലത്ത് തന്നെ എണീറ്റ് ഞാൻ ഇവിടുന്ന് സ്ഥലം വിടും. നോക്കിക്കേ. പൂർണി, അമ്മയൊന്ന് അടങ്ങ്. പൂർണി, എന്റെ നല്ല ചേച്ചിയല്ലേ? നിനക്ക് ഇഷ്ടപ്പെട്ടാലേ കല്യാണമുള്ളൂ. ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് കണ്ട് സംസാരിക്കേ. അത് കഴിഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള പോലെ തീരുമാനിക്കാം. എന്താ? അയ്യോ, എന്തിനാ ഇതൊക്കെ? പ്ലീസ് പൂർണി, കാഷ്വൽ ആയിട്ട് കണ്ടാ മതി. അച്ഛൻ പോലും നിന്റെ കല്യാണത്തെ കുറിച്ച് ഓർത്ത് ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്. സെൽവി, അമ്മയുടെ മൂത്ത മോള് ഓക്കെ പറഞ്ഞു. അമ്മ സന്തോഷായിട്ടേരി. ഇവനെന്ത് പറ്റി? അവന്റെ കവിളിൽ അവൻ തന്നെ തടവിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് എന്താ പറ്റി അവന്? ഇവിടുന്ന് പോയപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്തോ മഴ നനഞ്ഞ കോഴീനെ പോലെ ആടി തൂങ്ങിയാണല്ലോ അവന്റെ നിപ്പ്. എടാ ഗോവിന്ദ, എടാ ഗോവിന്ദ, എടാ നിന്നെ തന്നെ. എടാ എന്തിനാ ബഹളം വെക്കുന്നേ? പേടിച്ച് ചത്തുപോയനെ. പിന്നല്ലാതെ, ഒരു മനുഷ്യനെ ഇത്രയും നേരം ഇവിടെ ഒന്ന് വിളിക്കുന്ന കേൾക്കാൻ പാടില്ലേ? മൈൻഡ് പോലും ചെയ്യുന്നല്ലോ നീ. നീ എന്താ സ്വന്തം സൗന്ദര്യം കണ്ട് ആസ്വദിച്ചോണ്ടിരിക്കണോ? എന്താ കാര്യം? എന്താ പറ്റിയ? കൊറേ നേരെ അവൻ കവിളും തടവിക്കൊണ്ട് നിൽക്കുന്നത്. എന്താ വട്ടാണാ? എടാ മണ്ടൻ ബാലാജി, കവിളി തടവേ വട്ടാവോ? ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം എന്റെ കവിളിനെ എനിക്ക് ഇപ്പോഴാടാ ഇത്രയധികം ഇഷ്ടമായത്. എന്റെ കവിള് എത്രയധികം ഭാഗ്യം ചെയ്തെന്നറിയോ? എന്താടാ കവിള് ഭാഗ്യം ചെയ്തെന്നൊക്കെ പറയുന്നത്? എന്താ പ്രശ്നം? നിനക്കൊരു കാര്യം അറിയോ ബാലാജി? നീ പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. കൂർക്കം വലിച്ച് കളവിച്ചാവും. വാ നമുക്ക് വാ. ഇനി പറയടാ, എന്താ സംഭവിച്ചേ? അതില്ലേ, കറണ്ട് പോയപ്പോ ഞാൻ പുറത്തേക്ക് പോയില്ലേ? എന്നിട്ടെന്താണെന്ന് പറ. അപ്പോ ഒരു ആക്സിഡന്റ് നടന്നു. അയ്യോ, ആക്സിഡന്റ് പറ്റിയെന്നോ? കുഴപ്പമൊന്നുമില്ല. എടാ ബാലാജി, ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്ന ആക്സിഡന്റ് അല്ല. വീണ്ടും വീണ്ടും നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആക്സിഡന്റ് ആടാ. വീണ്ടും വീണ്ടും നടക്കണമെന്ന് ആഗ്രഹിക്കപ്പെടുന്ന ആക്സിഡന്റോ? അങ്ങനെ ആക്സിഡന്റ് നടന്നാ നീ ചത്തുപോലെടാ. ഞാൻ എപ്പോഴേ ചത്തുവാണ്.
നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, എന്താ പറ്റിയ നിനക്ക്? പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോ വല്ല തലയിടിച്ച് വീണായിരുന്നോ നീ? ഭ്രാന്തമാരെ പോലെയാണല്ലോ നീ പെരുമാറുന്നത്. എടാ ഗോവിന്ദ, നിന്നെ എനിക്ക് കാണുമ്പോ തന്നെ പേടിയാവുന്നുണ്ടേ. എടാ എനിക്കതിന് ഭ്രാന്തൊന്നും പിടിച്ചിട്ടില്ല. ചത്തുപോയിന്ന് വെച്ചാ അതല്ലടാ ഞാൻ ഉദ്ദേശിച്ചത്. നോട്ടത്തിൽ തന്നെ അവളെന്നെ കൊന്നടാ. നടന്ന കാര്യം ഒന്നുകൂടെ ആലോചിക്കുമ്പോ ജീവൻ പോയാലും കുഴപ്പമില്ല എന്നുള്ള ഫീലിങ്സ് ആടാ വരുന്നത് ബാലാജി. ഇനിയെങ്കിലും നീ എന്താണെന്നൊന്ന് തെളിച്ച് പറയടാ ഗോവിന്ദ. നീ പറയുന്ന മനസ്സിലാവാതെ എനിക്ക് ഭ്രാന്താവുന്നു. ബാലാജി, ഞാൻ റൂം വിട്ട് പുറത്തേക്ക് വന്നില്ലേ, അപ്പോ ഇരുട്ടില് പെട്ടെന്നൊരു രൂപ എന്റെ ദേഹത്തുനിന്ന് ഇടിച്ചടാ ബാലാജി. ഞാനും അതേപോലെ തട്ടിത്തടഞ്ഞ് നിലത്ത് വീണു. ആ രൂപം എന്റെ ദേഹത്ത് വീണു. എന്റെ ദേഹത്ത് വീണ രൂപം എന്റെ കവളില് പെട്ടെന്ന് ഒരു ഉമ്മ വന്നിട്ട് പോടാ. അയ്യോ, പ്രേതോ? പ്രേതം അല്ലടാ, പെണ്ണാടാ. പെണ്ണാ? ഏത് പെണ്ണ്? എന്നാലും നിനക്ക് ഇത് എങ്ങനെ തോന്നിയടാ? നീ തന്നെയല്ല തമിഴ് പെണ്ണിനെ സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്നത്. ഇപ്പൊ വേറെ ഏതോ പെണ്ണിന്റെ കയ്യിൽ നിന്ന് ഉമ്മയെ മേടിച്ചിട്ട് അത് ആലോചിച്ച് നിൽക്കുകയാണല്ലോടാ ക്യാരക്ടർ ഇല്ലാത്ത പുറമ്പോക്കെ. എടാ വായി തോന്നി പറഞ്ഞാൽ ചെരുപ്പൂരി അടിക്കും ഞാൻ. എനിക്ക് ആ ഉമ്മ എന്ന ആരാന്നറിയോ? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് തന്നെയാടാ. ഓ, നീ പറയുന്നത് സത്യമാണോടാ? എനിക്കാണെങ്കിൽ ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. സത്യമാണോ? അതേടാ, അവള് തന്നെ. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചേ? ഇരുട്ടിൽ ആക്സിഡന്റ് നടന്നത് എന്റെ ഭാഗ്യം. കറണ്ട് പോയപ്പോ ഞാനും ഇരുട്ടത്ത് നിന്റെ കൂടെ എങ്ങാനും വന്നിരുന്നെങ്കിലും ഞാൻ ലവ് ചെയ്യുന്ന പെണ്ണിന്റെ കയ്യിൽ നിന്ന് എനിക്കും എന്റെ കവളത്തൊരു ഉമ്മ കിട്ടിയാന്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എടാ, എനിക്ക് നടന്ന പോലെ നിനക്ക് നടക്കുമെന്നാണ് വിചാരിക്കുന്നത്. നീ പറഞ്ഞതൊക്കെ ശരിയാടാ. എന്തായാലും നീ ഭാഗ്യം ചെയ്ത് ഒരുത്തം തന്നെയാ. അതുകൊണ്ടാണല്ലോ നീ ചോദിക്കാതെ തന്നെ നിനക്കൊരു ഉമ്മ കിട്ടിയത്. ഇനിയിപ്പോ എന്ത് വേണം? ഉമ്മ തന്നു കഴിഞ്ഞാ മനസ്സ് തന്ന പോലെ തന്നെയാ. നിന്റെ ലവ് ഏകദേശം സക്സസ് ആയി. കൺഗ്രാജുലേഷൻ ഡാ. അതുപോലെ ആ പെണ്ണിനോടൊന്ന് പറഞ്ഞ് എന്നെയും കൂടി ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറയടാ. അവളോട് പറഞ്ഞ് എന്നെ ഒന്ന് പ്രേമിക്കാൻ പറ. എടാ വിടറാ. എടാ, അത് ആക്സിഡന്റ് ആയിട്ട് നടന്നതാ. ഉമ്മ ആക്സിഡന്റ് ആയിട്ട് തന്നു വെച്ചാൽ മനസ്സറിഞ്ഞ് തന്നല്ല, എല്ലാം ഫോളോ അപ്പ് ചെയ്ത് മനസ്സിൽ എങ്ങനെയെങ്കിലും കേറി പറ്റണം. അതൊക്കെ ശരിയാവൂടാ. ആ പെണ്ണ് നിന്നെ പറ്റി ഇപ്പൊ മനസ്സിൽ ആലോചിക്കുന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ആവൂടാ. നീ അതുകൊണ്ട് ഒന്നും ഓർത്ത് പേടിക്കണ്ട. വർക്കൗട്ട് ആവണോടാ? ഡാ, എന്താടാ നിന്റെ കഴുത്തിനൊരു വ്യത്യാസം പോലെ? എന്താടാ കഴുത്ത് വ്യത്യാസം എന്നൊക്കെ പറയുന്നത്? ഡാ, നിന്റെ കഴുത്തിൽ ചെയിൻ ഉണ്ടായിരുന്നല്ലോ. വരുന്ന വഴിക്ക് അമ്മ നിനക്ക് ചെയിൻ തന്നാൽ ഇടാൻ. അതിൽ ജി എന്ന് പറയുന്ന ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. എവിടെയത്? എടാ, എന്റെ ചെയിൻ എവിടെ പോയടാ? ഡാ, രാവിലെ അമ്മ എണീക്കുമ്പോ എല്ലാവരുടെയും കഴുത്തിലും കാതിലും എന്തൊക്കെ ഉണ്ടെന്ന് കണക്കെടുക്കാൻ തുടങ്ങും. നിന്റെ കഴുത്തിലെങ്ങാനും ആ ചെയിൻ ഇല്ലെങ്കിലേ ഉറപ്പായിട്ട് നടന്നതൊക്കെ നീ പറയേണ്ടി വരും. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ അമ്മ കൊന്നു കളയൂടാ. അതേടാ ബാലാജി, ഞാൻ അവിടെ താഴെ വീണെന്ന് പറഞ്ഞില്ലേ, അവിടെ വീണിട്ടുണ്ടാവൂടാ. വാ പോയി നോക്കാം. എന്നാ വാ നോക്കാം. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോ വെള്ളം കോരിക്കുളിപ്പിച്ച് കിന്നരിച്ചു മരിച്ച. അയ്യോ, ഇതെന്ത് കാട്ടിട്ടാ പൗഡർ ഇടുന്നേ? ഇതുപോലെയൊക്കെ പൗഡർ ഇട്ടാലേ സന്യാസിമാര് ഭസ്മം തേക്കുന്ന പോലെ ഉണ്ടാവും. സന്യാസിക്കും എനിക്ക് എന്താ വ്യത്യാസമുള്ള കനകം? എന്താണേലും സെന്റ് അടിക്കാനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ലല്ലോ. നീ വാങ്ങിത്തരാറില്ല. പൗഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു സെന്റ് ഭൂമിക്കുള്ള അറിവ് പോലും നിങ്ങളുടെ തലയിൽ ഇല്ലല്ലോ. എന്നിട്ട് ആ ശരീരത്തിന് ഇനി സെന്റ് വേണോന്ന് ഒന്ന് മാറിയിരിക്കും. എന്റെ കാല് പിടിച്ചു. ദേ, ഇവിടെ നോക്ക്. പിള്ളേര് രണ്ടുപേരും റെഡിയായൊന്ന് വേഗം പോയി നോക്ക്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ആരുടെയൊക്കെ കയ്യിൽ എത്രയൊക്കെ മോതിരങ്ങള് മാലകളുണ്ട് അതിന്റെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്ക് വേഗം. എന്നിട്ട് ആ ലിസ്റ്റ് നിങ്ങളുടെ പോക്കറ്റിൽ ഉണ്ടായിരിക്കണം. പിള്ളേര് വീട്ടിൽ വന്ന ശേഷം അവരുടെ മാല, കയ്യിലുള്ള മോതിരങ്ങള് അതെല്ലാം ലിസ്റ്റ് പ്രകാരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. രണ്ടുപേർക്ക് സാധനം സൂക്ഷിക്കുന്നതിൽ ഒരു ശ്രദ്ധയില്ല. എന്തേലൊക്കെ കളഞ്ഞിട്ട് പോരും അവിടുന്ന്.